അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരിമാരെ, അള്ളാഹുവിന്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് എല്ലാ ശനിയാഴ്ചകളിലും ഹിമായ സംഘടിപ്പിക്കുന്ന ദർസിലാണ് നമ്മൾ ഉള്ളത്. അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിന്റെ ഭാഗമാക്കാനും ഒക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. പിശാചിന്റെ പ്രലോഭനങ്ങൾ എന്നുള്ളതാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ജവാബുൽ കാഫി അല്ലെങ്കിൽ അദ്ദാഉ വദ്ദവാഉ രോഗവും മരുന്നും എന്ന പുസ്തകത്തിൽ വിശദീകരിച്ച ഏതാനും ചില അടിസ്ഥാനങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. ഭൂരിഭാഗം ആളുകളും പെട്ടുപോകുന്ന, എന്നാൽ പിശാചിന്റെ കുതന്ത്രത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് എന്നുപോലും തിരിച്ചറിയാത്ത അവസ്ഥ. അത്തരം ചില പ്രലോഭനങ്ങളാണ്, ചില കുതന്ത്രങ്ങളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, നിങ്ങൾ റെഡി ആണെങ്കിൽ ജസ്റ്റ് ആർന്ന് ടൈപ്പ് ചെയ്യാം. ആർ ഫോർ റെഡി. ഓക്കെ ഓക്കെ, മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. അതിൽ ഒന്നാമത്തത് വ്യാമോഹവും യഥാർത്ഥ പ്രതീക്ഷയും എന്നുള്ളതാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാകും ഞാൻ പറയുന്ന കാര്യങ്ങൾ. അതിന്റെ അറബി ടെക്സ്റ്റ് അടക്കം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അഥവാ ഷെയ്ഖ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരുപാട് ആളുകൾ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി ചെയ്യാതിരിക്കുകയും അള്ളാഹു വിരോധിച്ച ഹറാമുകൾ ജീവിതത്തിൽ ചെയ്യുകയും ചെയ്തതിന് ശേഷം അള്ളാഹു ഒക്കെ ഒരുപാട് റഹീമാണല്ലോ, കരുണ ചെയ്യുന്നവരാണല്ലോ, റഹ്മാനാണല്ലോ, അതുകൊണ്ട് എൻ്റെ പാപങ്ങളെല്ലാം റബ്ബ് എനിക്ക് പുറത്തു തരും, അള്ളാഹു എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, അള്ളാഹു എന്നെ പരിഗണിക്കും. എന്നാൽ അവന്റെ ജീവിതം എടുത്തു നോക്കിയാലോ, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിലും രൂപത്തിലും ചെയ്തിട്ടുണ്ടാകൂല. അള്ളാഹു നിഷിദ്ധമാക്കിയ ഹറാമുകൾ പലപ്പോഴും യഥേഷ്ടം അവന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും, അവളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും. എന്നിട്ടും ഞാനൊന്നും കുഴപ്പമില്ല, ഞാനൊന്നും തിരക്കടില്ല, നല്ലൊരു അവസ്ഥയിലൂടെയാണ് പോകുന്നത് എന്ന് ഒരു വ്യാമോഹം, ഒരു തമന്നി, അൽ ഉറൂർ എന്നാണ് ഷെയ്ഖ് പറയുന്നത്. അതൊരു വഞ്ചനയാണ്, പിശാചിന്റെ ചതിയാണ്. പലപ്പോഴും നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് ദീനിനെ കുറിച്ച്, ഖുർആനിനെ കുറിച്ച്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളെ കുറിച്ച് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇത്തരത്തിലുള്ള നന്മകൾ പലപ്പോഴും ഒഴിവാക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, അതൊന്നും വലിയ സംഭവമൊന്നും അല്ല, ഇങ്ങനെയൊക്കെ പോയാ മതി, പടച്ചോ റഹ്മാനല്ലേ, അള്ള എന്റെ അവസ്ഥ അറിയാതിരിക്കോ, അള്ള എന്റെ അവസ്ഥ കാണാതിരിക്കോ,
ഈ അടുത്ത് ഒരു സുഹൃത്തുമായി സംസാരിച്ചപ്പോ അവൻ പറഞ്ഞൊരു വാചകാണ്, നിസ്കരിക്കുന്നില്ല, ഒരു യുവാവാണ്, നിസ്കാരം വരെ കൃത്യമായി നിർവഹിക്കുന്നില്ല. ഞാൻ നിസ്കരിക്കാറുണ്ട്, ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നിസ്കരിക്കാത്തുള്ളൂ. ഞാൻ എനിക്ക് പള്ളിയിൽ പോകാന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ ഭയങ്കര എലിന്റെ ശല്യമുണ്ട്. അതുകൊണ്ട് വസ്ത്രത്തിന് ദ്വാരം വീഴുന്നു. അതുകൊണ്ട് എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റൂല. വീട്ടിൽ നിസ്കരിക്കണ്ടോ, വീട്ടിൽ നിസ്കരിക്കണില്ല. പള്ളിയിൽ പോകുക എന്ന് തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അത്രയും ഗൗരവത്തിലാണ് ഹദീസുകളിൽ അത് വന്നിട്ടുള്ളത്. എന്നാൽ അതൊന്നും വേണ്ട ആവശ്യമില്ല, അതൊക്കെ വീട്ടിൽ നിസ്കരിച്ചാൽ മതി. എന്നിട്ട് ആ സുഹൃത്ത് അവസാനം പറഞ്ഞ വാചകം എന്താ വെച്ചാൽ, അള്ളാഹുവിന് എന്റെ അവസ്ഥ അറിയലോ, പടച്ചോനിക്കിപ്പോ എന്നെ കുറിച്ചിട്ട് അറിയലോ. ശരിക്കും ഇത്തരത്തിലുള്ള ചിന്താഗതികൾ പൈശാചികമാണ്, പിശാചിന്റെ കുതന്ത്രമാണ് എന്നുപോലും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു പേടിയും ബേജാറും നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയാനുള്ള ഒരു പരിശ്രമമാണ് പിശാച് നടത്തുന്നത്. ഒരുപാട് ആളുകളുമായി സംസാരിക്കുമ്പോഴൊക്കെ പറയുന്ന സംഗതിയാണ്, ഞാനൊന്നും അതിന് മാത്രം തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ സംസാരിക്കുന്ന ആളുകൾ അവർ പറയുന്നത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. ദീൻ പറഞ്ഞ രീതിയിലുള്ള സൂക്ഷ്മത നിറഞ്ഞ ജീവിതം പലപ്പോഴും ഭൂരിഭാഗം ആളുകളിലും ഇല്ല. എന്നാൽ തിന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ കള്ളുടിക്കുക, വ്യഭിചരിക്കുക എന്നുള്ള കുറച്ച് തിന്മകൾ മാത്രം മനസ്സിൽ കണ്ട് ബാക്കിയുള്ളതൊന്നും പലപ്പോഴും തിന്മയായിട്ട് പോലും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? അൽ കയ്യിസു, ബുദ്ധിയുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ ആരാ? ഹദീസുകളിൽ കാണാം, മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. തന്റെ സ്വന്തത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിനനുസരിച്ച് സ്വന്തം നഫ്സിനെ പിടിച്ചു നിർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ ത്യജിച്ച് മരണാനന്തര ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുന്ന വ്യക്തി, അവനാണ് ബുദ്ധിയുള്ളവൻ. വൽ ആജിസു, അശക്തൻ എന്ന് പറഞ്ഞാൽ മൻ അത്ബഅ നഫ്സഹു, തന്റെ നഫ്സിന്റെ പിന്നാലെ, മനസ്സിന്റെ പിന്നാലെ, ഇച്ഛയുടെ പിന്നാലെ പോയ വ്യക്തിയാണ്. ഹവാഹ, മൻ അത്ബഅ നഫ്സഹു ഹവാഹ, മനസ്സിനെ ഇച്ഛയുടെ പിന്നാലെ പിൻപറ്റിയവൻ. വതമന്ന അലല്ലാഹ്, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അള്ളാഹിനെ കുറിച്ച് അവൻ എപ്പോഴും വ്യാമോഹമാണ്, അമിത പ്രതീക്ഷയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയുണ്ടാകണം, റഹ്മാനായ റബ്ബിൽ പ്രതീക്ഷയുണ്ടാകണം. പക്ഷെ എങ്ങനെ പ്രതീക്ഷയുണ്ടാകേണ്ടത്? ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകം പറഞ്ഞു, ഒരു കർഷകൻ അയാള് വിത്തുകൾ കുഴിച്ചിട്ടു, നന്നായി നനച്ചു, അതിനെ പരിചരിക്കേണ്ട രീതിയിൽ പരിചരിച്ചു, എല്ലാം ചെയ്യേണ്ട കൃത്യമായി ചെയ്ത് ഒരു നല്ല വിളവെടുപ്പിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുക എന്നുള്ളത്, അങ്ങനെയാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ട പാർട്ടൊക്കെ നമ്മൾ ചെയ്യുക. അള്ളാഹു പറഞ്ഞ കൽപ്പനകൾ വളരെ സൂക്ഷ്മതയോടുകൂടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. അള്ളാഹു നിരോധിച്ച തിന്മകൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. എന്നിട്ടാണ് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കേണ്ടത്. എന്നാൽ അയാൾ വിത്ത് കുഴിച്ചിട്ടില്ല, അതിന് നനവ് കൊടുത്തിട്ടില്ല, ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, എന്നിട്ടും എന്റെ ചെടികൾ കായ്ക്കും, എനിക്കതിൽ നിന്ന് ഫലങ്ങൾ ലഭിക്കും, ആ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നവനേക്കാൾ
വലിയ വിഡ്ഢി ആരാണുള്ളത് എന്നാണ് ഷേഖ് ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കുറിച്ചുള്ള വ്യാമോഹം അത് ജൂതന്മാരുടെ ക്രിസ്ത്യാനികളുടെ സിസ്റ്റമാണ്, അവരുടെ സ്വഭാവ വൈകല്യമാണ്. അവര് പറഞ്ഞത് സ്വർഗത്തേക്ക് ഞങ്ങൾ അള്ളാന്റെ മക്കളാണ്, ഞങ്ങളാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ, ഇനി നരകത്തേക്ക് പോയാൽ തന്നെ ഞങ്ങൾ കുറച്ച് ദിവസമേ അവിടെ ഉണ്ടാകുള്ളൂ, ഞങ്ങൾ വേഗം സ്വർഗത്തേക്ക് വരും എന്ന തരത്തിലുള്ള വ്യാമോഹങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ പിശാച് ഇട്ടുകൊടുത്തത് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാരെ, അത്തരം ചിന്തകളിലേക്ക് ഒരിക്കലും നമ്മൾ എത്താൻ പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സെന്താകണം, നമ്മുടെ മാനസികാവസ്ഥ എന്താകണം? അതാണ് നിങ്ങൾ സ്ക്രീനിൽ ഞാൻ ഇപ്പോൾ വായിച്ച ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുദ്ധിയുള്ളവൻ അല്ലെങ്കിൽ ബുദ്ധിയുള്ളവൾ എന്ന് പറഞ്ഞ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇതാണ് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തത്, തൗബയില്ലാത്ത വിഡ്ഢിയുടെ പ്രതീക്ഷയെ കുറിച്ചാണ് ഷെയ്ഖ് പറയുന്നത്. അഥവാ ചില ആളുകൾ അവർ തിന്മകൾ ചെയ്യുന്നു, അവർ പാപങ്ങൾ ചെയ്യുന്നു, ആ പാപങ്ങൾ ചെയ്യുന്നതോടൊപ്പം അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. അവര് തൗബ ചെയ്യുന്നില്ല, അവര് തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫൂർ അല്ലേ, അല്ലാഹു ഗഫാർ അല്ലേ, അല്ലാഹു ഏറെ പാപങ്ങൾ പൊറുക്കുന്നവനല്ലേ എന്ന് വിചാരിക്കുകയും തിന്മകളിൽ ജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥ, തൗബ എന്ന ഒരു സംഗതി തന്നെ മനസ്സറിഞ്ഞ് ചെയ്യാത്ത അവസ്ഥ, ഇതാണ് രണ്ടാമത് പറയുന്നത്. മഹാനായ ഇമാം ഹസ്സനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാചകമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇന്ന ഖൗമൻ അൽഹതുഹും അമാനിയുൽ മഗ്ഫിറ. അല്ലാഹ് പുറത്തു തരുമെന്ന വ്യാമോഹത്തോടുകൂടെ ജീവിക്കുന്ന ചില ആളുകൾ, അങ്ങനെ ജീവിച്ച ചില ആളുകൾ, അവരെ അശ്രദ്ധമാക്കിയിട്ടത് എന്താണ്? ഈ വ്യാമോഹമാണ്. അങ്ങനെ ഏതുവരെ? ഹത്താ ഖറജു മിനദ് ദുനിയ, അവര് ദുനിയാവിൽ നിന്ന് പുറത്തുപോയി, മരണപ്പെട്ടു പോയി. വല ഹസനത ലഹും, അവർക്ക് ഒരു നന്മയുമില്ല, അല്ലാഹ് ഒരു നന്മയും രേഖപ്പെടുത്തിയിട്ടില്ല. വഖാലു, അവര് പറഞ്ഞത് എന്താണ്? നുഹ്സിനുദ്ദന്ന ബില്ലാഹ്, ഞങ്ങൾക്കൊക്കെ അള്ളാഹിനെ കുറിച്ച് നല്ല പ്രതീക്ഷയാണ് എന്ന് അവര് പറഞ്ഞിട്ടുണ്ട്. അത് ഇമാം ഹസ്സനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വകദബു, അവര് ശരിക്കും പറഞ്ഞത് കള്ളമാണ്. ലൗ അഹ്സനുദ്ദന്ന ലഅഹ്സനുൽ അമൽ, അവർ അള്ളാഹിനെ കുറിച്ച് നല്ല വിചാരം വെച്ചു പുലർത്തിയിരുന്നുവെങ്കിൽ അവർ അതിനനുസരിച്ച് പ്രവർത്തിക്കുമായിരുന്നു. പ്രവർത്തനത്തിലില്ല, പ്രവർത്തിക്കുന്നില്ല. അവർ തിന്മകളിലാണുള്ളത്, ആ തിന്മകളിൽ മുന്നോട്ടു പോകുകയാണ് അവർ ചെയ്യുന്നത്. അവര് മനസ്സറിഞ്ഞ് തൗബ ചെയ്യുന്നില്ല. അവർ വിചാരിക്കുന്നത് അവരുടെ പാപങ്ങളൊക്കെ റബ്ബ് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്നാണ്. നമ്മൾ ആലോചിക്കുക, നമ്മൾ നമുക്ക് ബുദ്ധി വെച്ച കാലം മുതൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തിന്മകൾ, നമ്മൾ ഒരുപാട് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടുണ്ട്, ഒരുപാട് തൗബ ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ ഇപ്പോ നമ്മുടെ മനസ്സിലുള്ള ധാരണ എന്താ? അതൊക്കെ പൊറുക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് വലിയ സംഗതി, കുറെ ഞാൻ തൗബ, ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചില്ലേ, ഞാൻ ഒരുപാട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതൊക്കെ പൊറുക്കപ്പെട്ടിട്ടുണ്ട്, ഇനിയൊന്നും പ്രശ്നമല്ല, ഇനി ജീവിതത്തിൽ കുറച്ച് തിന്മകൾ വന്നാലും വലിയ പ്രശ്നമല്ല എന്ന ധാരണ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ട സഹോദരിമാരെ, അതിനെക്കുറിച്ചാണ് മഹാനായ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, അത് പിശാചിന്റെ കുതന്ത്രമാണ്. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് എങ്ങനെ കഴിയും? അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ടോ?
വഹി ഇറങ്ങുന്ന കാലഘട്ടത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പല ആളുകൾക്കും പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിലൂടെ ഇതാ അവർക്ക് പൊറുക്കപ്പെട്ടിട്ടുണ്ട്, അവർ അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ തൗബ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ആയത്തിറങ്ങിയ സംഭവങ്ങൾ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി പറഞ്ഞ സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ വിഷയത്തിൽ അള്ളാഹു പുറത്തു തന്നിട്ടുണ്ട് എന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റുക? അതുകൊണ്ട് തൗബ എന്നുള്ളത്, ഇസ്തിഗ്ഫാർ എന്നുള്ളത് ജീവവായു പോലെ നമ്മൾ കൊണ്ടു നടക്കേണ്ട സംഗതിയാണ്. നമ്മൾ ഏത് സമയത്ത്, ഏത് സെക്കൻഡിൽ, ഏതവസരത്തിൽ നമ്മൾ ചെയ്യുന്ന തൗബയാണ് റഹ്മാനായ റബ്ബ് പരിഗണിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് റഹ്മാനായ റബ്ബിലേക്കുള്ള തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കുകയാണ് പിശാചിന്റെ കുതന്ത്രത്തിൽ പെടാത്ത വിശ്വാസി ചെയ്യേണ്ടത്. അതാണ് രണ്ടാമത്തത്. രണ്ട് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ 3 എന്ന് ടൈപ്പ് ചെയ്യാം. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. മൂന്നാമത്തത് അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള അശ്രദ്ധയാണ്. പലപ്പോഴും അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു കരുണാനിധിയാണ്, അള്ളാഹു പാപം പൊറുക്കുന്നവനാണ്. ഈ ഒരു പാർട്ട് മാത്രമാണ് പിശാച് ദുരുപയോഗം ചെയ്യാൻ വേണ്ടി പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഇട്ട് തരുന്നത്. അതൊന്നും പ്രശ്നമില്ല, പ്രശ്നം പുറത്തുവരും, ഇട്ടുതരും. എന്നാൽ അതുപോലെ റബ്ബ് പരിചയപ്പെടുത്തിയതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ്? ശദീദുൽ ഇഖാബ്. അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. വിശുദ്ധ ഖുർആനിന്റെ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അള്ളാന്റെ കാരുണ്യത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷയെക്കുറിച്ചുള്ള താക്കീതുകൾ നമുക്ക് കാണാൻ പറ്റും. മുൻകഴിഞ്ഞ സമൂഹങ്ങളെ റബ്ബ് അതികഠിനമായി ശിക്ഷിച്ച രംഗങ്ങൾ, സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ എന്തിനാ? നമ്മുടെ മനസ്സിൽ പേടിയും ബേജാറും ഭയപ്പാടും വരാൻ വേണ്ടിയിട്ടാണ്. ആ റബ്ബിനെ കുറിച്ചിട്ട് എപ്പോഴും പ്രതീക്ഷ മാത്രം ഒരു മനുഷ്യന്റെ മനസ്സിൽ ഉള്ളൂ എങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ബേജാറില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയില്ല എങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് നന്മകൾ സൂക്ഷ്മതയോടുകൂടെ ചെയ്യാൻ അവന് സാധിക്കൂല. തിന്മകൾ ഗൗരവത്തോടെ നോക്കിക്കണ്ട് അതിൽ നിന്ന് മാറി നിൽക്കാനും അവന് തോന്നൂല. കാരണം പടച്ചോൻ അള്ളാഹു കാരുണ്യവാനല്ലേ. എന്നാൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ അള്ളാന്റെ ശിക്ഷയെ ഭയപ്പെട്ടിരുന്നു എന്ന് ഹദീസുകൾ നമ്മളെ പഠിപ്പിച്ചത് എത്രയാണ്. കാറ്റടിക്കുമ്പോ, മേഘം ഇരുണ്ടുകൂടുമ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുഖം വിവർണമാകുമായിരുന്നു. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയണം, നബി എന്തിനാണ് നിങ്ങൾ ബേജാറാകുന്നത് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, ആയിഷ, ഇതുപോലെ വന്ന ചില കാറ്റുകളാണ് മുൻകഴിഞ്ഞ സമൂഹങ്ങളെ നശിപ്പിച്ചത് എന്ന്. അതുകൊണ്ടാണ് ആ ബേജാറും പേടിയും എന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാന്റെ ശിക്ഷയെക്കുറിച്ച് എന്നാ നമ്മൾ അവസാനമായി ആലോചിച്ചത്? എത്രത്തോളം പിശാച് നമ്മിൽ പിടിമുറുക്കുന്നുണ്ട് എന്നതിന്റെ അടയാളമാണ്. വിശുദ്ധ ഖുർആനിൽ ആയത്ത് നിങ്ങൾ നോക്കി, നബ്ബി ഇബാദി, എന്റെ അടിമകളെ നിങ്ങൾ എന്റെ അടിമകൾക്ക് പറഞ്ഞു കൊടുക്കണം. പ്രവാചകരെ,
എന്റെ അടിമകൾക്ക് താങ്കൾ അറിയിച്ചു കൊടുക്കണം. അന്നീ തീർച്ചയായും ഞാൻ ആരാണ്? അനൽ ഗഫൂർ റഹീം, പാപങ്ങൾ പുറത്തു തരുന്നവനാണ്, ഏറെ പൊറുക്കുന്നവനാണ്. അർ റഹീം, ഏറെ കരുണ കാണിക്കുന്നവനാണ്. അത് പറഞ്ഞിട്ട് അള്ളാഹ് നിർത്തിയിട്ടില്ല. രണ്ടാമത്തെ പാർട്ട് നമ്മുടെ മനസ്സിലേക്ക് വരണം. വ അന്ന അദാബി, തീർച്ചയായും എന്റെ ശിക്ഷ ഹുവൽ അദാബുൽ അലീം, അത് കഠിനമായ ശിക്ഷയാണ്. അള്ളാഹുവിന്റെ ശിക്ഷ കഠിനമാണ്. അള്ളാഹു ശിക്ഷിച്ച രംഗങ്ങൾ, അള്ളാഹു ശിക്ഷിച്ച സമുദായങ്ങൾ, അള്ളാഹു പരലോകത്ത് ഒരുക്കി വെച്ച ശിക്ഷകൾ, അത് ഹദീസുകളിലൂടെ ഖുർആനിലൂടെ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എങ്ങനെയാണ് പേടിയും ബേജാറും കടന്നു വരാതിരിക്കുക? പക്ഷെ പിശാച് മറപ്പിക്കുന്ന പറയുന്നത്. അള്ളാന്റെ കാരുണ്യം മാത്രമേ, അള്ളാന്റെ പ്രതീക്ഷ മാത്രമേ നമ്മുടെ മനസ്സിലേക്ക് പിശാച് ഹൈലൈറ്റ് ചെയ്ത് തരുള്ളൂ. അതെന്തിനാ? അതും സതുദ്ദേശത്തിന് വേണ്ടിയിട്ടല്ല, നമ്മൾ തിന്മകളിൽ പോകാൻ വേണ്ടിയിട്ട്, നമ്മൾ നന്മകൾ മടി കാണിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെ പോയാലും ഒരു പ്രശ്നമല്ല, അള്ളാഹ് രക്ഷപ്പെടുത്തും, അള്ളാഹ് പുറത്തു തരും, അള്ളാന്റെ കാരുണ്യത്തോടെ സ്വർഗത്തിൽ പോകാം എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശിക്ഷയെക്കുറിച്ചുള്ള ബേജാർ, പേടി നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ഓരോ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും ആ തെറ്റിനെ നമ്മൾ നിസാരമായി കാണുന്നതിന് പകരം സലഫുകൾ പറഞ്ഞതുപോലെ നീ തെറ്റിന്റെ ചെറുപ്പവും വലുപ്പവുമല്ല നോക്കേണ്ടത്. ചെറിയ തെറ്റല്ലേ, വലിയ തെറ്റ് അതല്ല നോക്കേണ്ടത്. നീ തെറ്റ് ചെയ്യുമ്പോൾ നീ ആരെയാണ് ധിക്കരിക്കുന്നത് എന്ന് അതാ നീ നോക്കേണ്ടത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതാണ് പിശാച് മൂന്നാമതായി നമ്മളെ അപകടപ്പെടുത്തുന്ന സംഗതി. അത് നമ്മൾ ആലോചിക്കുക. ഇന്നത്തെ ഒരു ദിവസം അവസാനിക്കാൻ പോവുകയാണല്ലോ. ഇന്ന് നമ്മൾ റഹ്മാനായ റബ്ബിന്റെ ശിക്ഷയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ചെറിയ പേടി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? ഇല്ല എങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ മനസ്സിനെ അത്തരം ചിന്തകളിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോഴാണ് ഈ ദുനിയാവിന്റെ ചിന്തയിൽ നിന്ന് പരലോകത്തിന്റെ ചിന്തയിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. രണ്ടും വേണം. ഇൻഷാല്ലാഹ് ലാസ്റ്റ് ടൈം പറയും. അതാണ് മൂന്നാമത്തത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ സീന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ മാഷാഅല്ലാഹ്, ബറകല്ലാഹു ഫീക്കും. നാലാമത്തത് ഇബാദത്തുകളിലുള്ള അഹങ്കാരമാണ്. ഞാനൊക്കെ തിരക്കടില്ല, ഞാനൊക്കെ അത്യാവശ്യം എന്റെ വീട്ടിൽ നോക്കുമ്പോൾ ഞാനൊക്കെ ഉഷാറാണ്, ഞാനൊക്കെ കുറച്ച് ഇബാദത്ത് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാനൊക്കെ ഞാൻ രാത്രി നിസ്കരിക്കുന്ന ആളാണ്, സുന്നത്ത് നോമ്പെടുക്കുന്ന ആളാണ്, തിരക്കടില്ലാതെ ഇബാദത്ത് ചെയ്യുന്ന ആളാണ്, ഞാനൊക്കെ കുറച്ച് തെറ്റുകളൊന്നും ചെയ്ത പ്രശ്നമില്ല, അതൊക്കെ അങ്ങനെ പൊയ്ക്കോളും, അതൊക്കെ ആയിക്കൂടെ അങ്ങനെ പുറത്തങ്ങോട്ട് പൊയ്ക്കോളും. മനസ്സിലായോ? അങ്ങനെ ചിന്തിക്കുന്ന അവസ്ഥ. സ്വന്തം ഇബാദത്തുകളെ കുറിച്ച് ഒരു മഹത്വം, ഒരു മേന്മ മനസ്സിൽ തോന്നാം. എനിക്കൊക്കെ നല്ല ഖുർആൻ ഓതാൻ അറിയാം, ഞാനൊക്കെ തജ്വീദ് ഉഷാറായി പഠിച്ച ആളാണ്, ഞാനൊക്കെ അടിപൊളിയാണ്, ഓലിക്കൊന്നും അറിയില്ല. മറ്റുള്ളവരെ പലപ്പോഴും കൊച്ചാക്കുന്ന അവസ്ഥ. നമ്മൾ നന്മ കൽപ്പിക്കുമ്പോ ചിന്മ വിരോധിക്കുമ്പോ വരെ ആ ഒരു അഹങ്കാരം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പലപ്പോഴും പുറത്തു വരാറുണ്ട്. ശരിക്കും ആലോചിച്ചോളി പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇതാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല. പിശാചിന്റെ വലയിൽ നമ്മൾ എത്രത്തോളം പെട്ടിട്ടുണ്ട് എന്ന് ഞാനും നിങ്ങളും ഓരോരുത്തരും നമ്മുടെ മനസ്സിനോട് ചോദിക്കുക. നമ്മുടെ ഡേ എന്നുള്ളത്, നമ്മുടെ ഒരു ദിവസം നമ്മൾ വിശകലനം നടത്തുക. പലപ്പോഴും ഇതിലൂടെയൊക്കെ നമ്മൾ ഇങ്ങനെ യാത്ര പോവുകയാണ്.
പക്ഷെ നമ്മൾ അറിയുന്നില്ല, ഞാൻ ഇപ്പോൾ ഉള്ളത് റെഡി, ഒരു നല്ല അവസ്ഥയിലാണ് എന്ന് നമ്മൾ ചിന്തിക്കണത്. പക്ഷെ അതുപോലും പിശാചിന്റെ വലയാണ് എന്ന് നമ്മൾ അറിഞ്ഞില്ല എങ്കിൽ എത്ര വലിയ ദുരന്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു മുഅ്മിനൂനിൽ വിശ്വാസികൾ എന്ന് പറയുന്ന അധ്യായത്തിൽ 23-ാമത്തെ അധ്യായത്തിലെ 60-ാമത്തെ വചനത്തിൽ പറഞ്ഞ സംഗതിയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില. അള്ളാന്റെ മാർഗത്തിൽ സ്വതക്ക കൊടുക്കുമ്പോ അല്ലെങ്കിൽ ദാനം കൊടുക്കുമ്പോ ചെലവഴിക്കുമ്പോ വഖുലൂബുഹും വജില, അവരുടെ ഹൃദയം ഇങ്ങനെ പേടിക്കാണ്. നന്മ ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ ഒരു ഉഷാറായിട്ട്, ഒരു പ്രശ്നമില്ല, ഒരു ബേജാറും ഇല്ല, ഞാനൊക്കെ കുറെ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ഈ തെറ്റ് ചെയ്താൽ വരെ പ്രശ്നമില്ല എന്ന നിലക്ക് കൂളായി തെറ്റ് ചെയ്യുന്നവരല്ല. നന്മ ചെയ്യുമ്പോ അവർക്ക് പേടിയാണ്. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, തീർച്ചയായും അവർ അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്നവരാണ്. ഈ ആയത്തിറങ്ങിയപ്പോ മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, നബിയെ, എന്തിനാ അവര് പേടിക്കണത്? അവര് അള്ളാന്റെ മാർഗത്തിൽ സ്വതക്ക കൊടുക്കുമ്പോ, നന്മകൾ ചെയ്യുമ്പോ എന്തിനാ പേടിക്കണത്? നന്മകൾ ചെയ്യുമ്പോ ഇതിനെ പേടിക്കണേ, തിന്മ ചെയ്യുമ്പോഴല്ലേ പേടിക്കേണ്ടത്? നബി, അവര് വ്യഭിചാരികളായിരുന്നോ? നബിയെ, അവര് മോഷ്ടാക്കളായിരുന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താ അറിയോ? ലാ യാ ബിൻത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മോളെ ആയിഷ, അല്ല, അവര് വ്യഭിചരിച്ചവരായിരുന്നില്ല, അവര് മോഷ്ടാക്കളായിരുന്നില്ല, അവര് മദ്യപാനികളായിരുന്നില്ല. മറിച്ച് അവർക്ക് അവരുടെ മനസ്സിലുള്ള പേടി, അവര് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും പടച്ചോനെ, അള്ളാഹു ഇത് സ്വീകരിച്ചിട്ടുണ്ടോ, എന്റെ റബ്ബ് ഇത് സ്വീകരിച്ചിട്ടുണ്ടോ എന്നാണ് അവരുടെ ഹൃദയത്തിൽ പേടിയുള്ളത്. നമ്മൾ മഗ്‌രിബ് നിസ്കരിച്ചു, നിസ്കാരമൊക്കെ റെഡിയാണ്, ഖുർആൻ പാരായണം ചെയ്തു, നിസ്കാരമൊക്കെ, എന്റെ ഖുർആനകത്തൊക്കെ റെഡി, അതൊക്കെ പടച്ചോൻ സ്വീകരിച്ചിട്ടുണ്ട്, ആ ലിസ്റ്റിൽ അതൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാര്, ശരിക്കൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ അല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ട് എന്ന ഉറപ്പ് നമ്മുടെ മനസ്സിൽ ഇട്ട് തരുന്നത് പലപ്പോഴും പിശാചാണ്. ഇന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതോ, യഥാർത്ഥ വിശ്വാസികൾ അവർക്ക് പേടി ഉണ്ടാകും, അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാകുമോ. പ്രതീക്ഷ ഒരു ഭാഗത്തുണ്ടാകും, ഒരു ഭാഗത്ത് പേടി ഉണ്ടാകും. നമ്മൾ കുറച്ച് ഇബാദത്ത് ചെയ്യുമ്പോ ഞാനൊക്കെ ഉഷാറാണ്, എന്റെ വീട്ടിൽ ഞാൻ ഉഷാറാണ്, ഞാൻ പോകുന്ന ക്ലാസ്സിൽ ഞാനാണ് ക്ലാസ് എടുക്കുന്നത്, ഞാനാണ് അവർക്ക് മനസ്സിലാക്കി, അപ്പൊ ഞാനാണ് ഉഷാറ് എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോ എത്രത്തോളമാണ് പിശാച് നമ്മിൽ സ്വാധീനം ചെലുത്തുന്നത്. അല്ലാഹു കാക്കട്ടെ. നമുക്കൊരു ഇബാദത്ത് ഏറെ ചെയ്യാൻ നമുക്ക് അവസരം റഹ്മാനായ റബ്ബ് നൽകിയിട്ടുണ്ട് എങ്കിൽ അതിൽ വിനീതരായി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഹംദ് പറയണം നമ്മൾ ചെയ്യേണ്ടത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, പടച്ചോനെ തൗഫീഖ് കൊണ്ട. വിനയമാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. അതാണ് നാലാമത്തത്. അഞ്ചാമത്തത് ഇസ്തിദ്റാജ്, അഥവാ ഷേഖ് പറയുന്നത്, ചില ആളുകൾ അവര് തിന്മകളിലായിരിക്കും ഉണ്ടാകുക, അവര് തോന്നിയ പോലെ അങ്ങനെ ജീവിക്കുന്നു, നിസ്കാരത്തിൽ വലിയ ശ്രദ്ധ, നിസ്കരിച്ചു വെച്ചാൽ ചിലപ്പോൾ നിസ്കരിച്ചിട്ടുണ്ടാവും, പേരിന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകും, എന്നാ അപ്പുറത്ത് അവര് തോന്നിയാസങ്ങൾ കാണുന്നുണ്ടാകും, തോന്നിയാസങ്ങൾ ചെയ്യുന്നുണ്ടാകും, ഗീബത്ത് പറയുന്നുണ്ടാകും, മറ്റുള്ളവരോട് കുറ്റപ്പെടുത്തുന്നുണ്ടാകും, അസൂയ വെച്ച് പുലർത്തുന്നുണ്ടാകും, അഹങ്കാരത്തോടു കൂടെ ദേഷ്യപ്പെടും, ഒക്കെ നടക്കുന്നുണ്ടാകും. അവർക്ക് അള്ളാഹു അനുഗ്രഹങ്ങളൊന്നും കുറച്ചു കൊടുക്കണ്ട, അനുഗ്രഹങ്ങൾ ഇങ്ങനെ കിട്ടുന്നുണ്ട്, ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരാൾ തിന്മ ചെയ്യുകയും തിന്മയിൽ മുഴുകുകയും പാപിയായി ജീവിക്കുകയും ചെയ്യുന്നതോടൊപ്പം അള്ളാഹു അനുഗ്രഹങ്ങൾ ഏറെ കൊടുക്കുമ്പോ പിശാച് അവന്റെ മനസ്സിൽ ഇട്ടുകൊടുക്കുന്ന ധാരണ എന്താണ്? നീ പോകുന്ന റൂട്ട് ശരിയാണ്, നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹു നിന്നെ പിടിക്കണില്ലല്ലോ,
അള്ളാഹു നിനക്ക് പ്രയാസം ഉണ്ടാക്കണ വീണ്ടും വീണ്ടും വാരിക്കോരി തരികയല്ലേ ചെയ്യണത്. അതുകൊണ്ട് നീ ശരിയായ റൂട്ടിലാണ്, ഇങ്ങനെ കുറച്ചൊക്കെ തെറ്റ് ചെയ്താലും പ്രശ്നമല്ല, അങ്ങനെയൊക്കെ പോയാ മതി എന്ന് പിശാച് തോന്നിപ്പിക്കും. എത്ര ആളുകൾ ഈ വഞ്ചനയിൽ പെട്ടുപോകുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇതിനെക്കുറിച്ച് പറഞ്ഞത്, ഇത് അള്ളാന്റെ കാരുണ്യമല്ല, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നിഅമത്ത് കൊടുക്കല്ലേ ചെയ്യുന്നത്, ഇത് ഇസ്തിദ്റാജാണ്. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീത്താണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇദാ റഅയ്തല്ലാഹ, അള്ളാനെ നിങ്ങൾ കണ്ടാൽ, യുഅതിൽ അബ്ദ മിനദ്ദുനിയ അലാ മആസിഹി മാ യുഹിബ്ബു, ഒരു അടിമക്ക് അള്ളാഹ് അങ്ങനെ വാരിക്കോരി ദുനിയാവെന്ന് വേണ്ടതൊക്കെ കൊടുക്കാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എവിടെയുള്ളത്, അലാ മആസി, അള്ളാനെ ധിക്കരിച്ചുകൊണ്ട് പാപിയായിട്ടാ ജീവിക്കണേ. എന്നിട്ടും മാ യുഹിബ്ബു, അവന് വേണ്ടതൊക്കെ പടച്ചോൻ ഇങ്ങനെ കൊടുക്കണ കണ്ടാൽ ഫഇന്നമാ ഹുവ ഇസ്തിദ്റാജ്, അള്ളാഹു അവനെ പടിപടിയായി പിടിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മീൻ പിടിക്കുമ്പോ നമ്മളെ എര ആ ചൂണ്ടയിൽ കോർത്ത് അതെങ്ങനെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ മീനിങ്ങനെ കുറച്ച് കടിച്ച് അവസാനം ആ കൊളുത്ത് എത്തുന്ന സമയത്ത് ഒറ്റ വലി വലിക്കുമ്പോ തൊണ്ടയിൽ കുടുങ്ങി കരയിലേക്ക് അതിന്റെ ജീവൻ നഷ്ടപ്പെടുന്ന പോലെ എത്ര പ്രയാസം ഉണ്ടാവും. അപ്പൊ ഈ മനുഷ്യൻ തെറ്റിദ്ധരിക്കാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കതാ വീണ്ടും വീണ്ടും സുഖങ്ങൾ കിട്ടാണ്, ഞാൻ എന്തൊക്കെ തോന്നിയാസങ്ങൾ ചെയ്യണ്ട്, എന്തൊക്കെ ധിക്കാരം പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ ഒരു പ്രശ്നമില്ല, എനിക്ക് സുഖങ്ങളെ കിട്ടണത്, അതുകൊണ്ട് തുടരും. അള്ളാഹു ഇടക്ക് അവനൊരു പിടുത്തം പിടിക്കുമ്പോ അവന് പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരു സെക്കൻഡ് പോലും അള്ളാഹു പിന്നെ നീട്ടി കൊടുക്കൂല, മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യൂല. ചില ആളുകൾ നേരെ അള്ളാഹിനെ ഹിൽമിൽ തെറ്റിദ്ധരിക്കും. അള്ളാഹിന്റെ ഒരു പേരാണ് അള്ളാഹ് ഹലീമാണ്. ഷെയ്ഖ് പറയുന്ന മറ്റൊരു ഭാഗം ഹലീം എന്ന് പറഞ്ഞാൽ അള്ളാഹു അവനെ ധിക്കരിക്കുമ്പോ അയാള് സ്പോട്ടിൽ അല്ലെങ്കിൽ അവള് സ്പോട്ടിൽ പിടിക്കണില്ല. അള്ളാഹ് ചെയ്യരുതേ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ സ്പോട്ടിൽ അള്ളാഹു ശിക്ഷിക്കുന്നില്ല. അള്ളാഹു സഹനമുള്ളവനാണ്, സഹനശീലനാണ്. അള്ളാഹു എന്ത് ചെയ്യും, കുറച്ചൊരു വിട്ടുതരും, കുറച്ച് സമയം തരും. എന്തിനാ സമയം തരുന്നത്? നമ്മൾ നന്നാകാൻ വേണ്ടിയിട്ടാ. എന്തിനാ സമയം തരുന്നത്? നമ്മൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവര് തെറ്റിദ്ധരിക്കും, ഇവര് വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ള ലൈസൻസ് ആക്കി മാറ്റും. അള്ളാഹ് സ്പോട്ടിൽ പിടിച്ചിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മളൊക്കെ ദുനിയാവിൽ ഉണ്ടാവോ? അള്ളാഹ് കാണരുത് എന്ന് പറഞ്ഞത് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് എങ്കിൽ ആ സ്പോട്ടിൽ കാഴ്ച നഷ്ടപ്പെട്ടാൽ നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ച ഉണ്ടാകുമോ? അള്ളാഹു കേൾക്കരുത് എന്നത് നമ്മുടെ കാതുകൊണ്ട് നമ്മൾ കേൾക്കുമ്പോ ആ സ്പോട്ടിൽ കേൾവി ശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മുടെ കേൾവി ശക്തി ഇന്ന് ഞാൻ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുമോ? അള്ളാഹു സംസാരിക്കരുതേ എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ നാവുകളിലൂടെ ഗീബത്തായി, നമീമത്തായി, കളവായി, ചീത്ത വാക്കുകളായി കടന്നു വരുമ്പോ അള്ളാഹു സ്പോട്ടിൽ നമ്മുടെ സംസാരശേഷി തിരിച്ചു പിടിച്ചിരുന്നുവെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? ഇതാണ് അള്ളാന്റെ ഹൈൽമ്. അള്ളാഹ് ഇങ്ങനെ കുറച്ച് വിട്ടുതരാണ്, കുറച്ച് സമയം തരാണ്. എന്തിനു വേണ്ടി? നമ്മൾ ഉഷാറായി അള്ളാഹുവിലേക്ക് തിരിച്ചു വരാൻ, നമ്മൾ കൂടുതൽ നന്നാകാൻ, കൂടുതൽ തഖ്വയുള്ളവരായി മാറാൻ. പക്ഷെ പിശാച് അതിനെ നേരെ ഉൾട്ടയായിട്ട് നമ്മുടെ മനസ്സിലിട്ട് തരും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, നല്ല ജീവിതം, നല്ല അള്ളാഹ് പുറത്തു തരുന്നുണ്ട്, അള്ളാഹ് വിട്ടു തരുന്നുണ്ട്, അള്ളാഹു നമുക്ക് കൂടുതൽ അവസരങ്ങൾ തരുന്നുണ്ട്, കൂടുതൽ അനുഗ്രഹങ്ങൾ തരുന്നുണ്ട്, അതുകൊണ്ട് പോയിക്കോ, ഈ റൂട്ടിൽ തന്നെ പോയിക്കോ, തൗബയൊക്കെ പിന്നെ ചെയ്യാം, പിന്നെ നന്നാകാം, പിന്നെ റെഡിയാക്കാം. എങ്ങോട്ടാ നീട്ടി വെക്കണത്? നമ്മുടെ വയസ്സ് എത്രയായി? നമ്മുടെ മരണത്തിന്റെ ഡേറ്റ് എന്നാണ് നമ്മൾ ആലോചിക്കണില്ല. നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ചിന്തയെ വരുന്നില്ല. ദുനിയാവിനെ കുറിച്ചുള്ള ടെൻഷനും ബേജാറും
ആകുലതകളും ആവലാതികളും മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പോയി കിടക്കേണ്ട ഖബറിനെ കുറിച്ച് നമുക്ക് ചിന്തല്ല. ഇവിടുത്തെ വീടിനെ കുറിച്ച്, ഇവിടെ പുതുതായി ഉണ്ടാക്കുന്നതിനെ കുറിച്ച്, നിലവിലുള്ള മാറ്റങ്ങളെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഓരോന്ന് കാണുമ്പോൾ അവർക്കൊക്കെ അതുണ്ടല്ലോ, എനിക്ക് ഇതില്ലല്ലോ. ഇവിടെ എന്തെങ്കിലും നമുക്കും കുറച്ച് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് മറ്റുള്ളവരോട് പറയണം. മറ്റുള്ളവരുടെ മുമ്പിൽ ഭയങ്കര ആത്മാഭിമാനത്തോടു കൂടെ ഞങ്ങൾക്ക് ഇതുണ്ട്, ഇന്നതുണ്ട്, നമുക്കും പറയണം എന്ന നിലക്കുള്ള മത്സരങ്ങൾ നടക്കുമ്പോൾ ഖബറിലേക്ക്, അവിടുത്തെ ആ കിടത്തം നൂറ്റാണ്ടുകളോളം പലപ്പോഴും കിടക്കേണ്ടി വരും. ആ കിടത്തം സേഫ് ആക്കാനുള്ള എന്താ പടച്ചോനെ ഇന്ന് ഞാൻ ചെയ്തത് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? അതാണ് അഞ്ചാമത്തത്. 5 ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ 6 എന്ന് ടൈപ്പ് ചെയ്യും. ഓക്കെ, മാഷാഅല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. 6-മത്തത് യാന്ത്രികമായ വിക്റുകളിലുള്ള വ്യാമോഹം. അതാണ് ഷെയ്ഖ് പറയുന്നത്. അഥവാ പല ആളുകളും പല വിക്റുകളെ കുറിച്ചും അല്ലെങ്കിൽ പല നന്മകളെ കുറിച്ചിട്ടും അവര് ഹദീസുകളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഇന്ന വിക്റ് ചൊല്ലിയാൽ അല്ലെങ്കിൽ ഇന്ന സുന്നത്ത് നോമ്പ് എടുത്തു കഴിഞ്ഞാൽ അവന്റെ മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 തവണ പറഞ്ഞു കഴിഞ്ഞാൽ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 100 തവണ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന ദിക്ർ 100 തവണ പറഞ്ഞു കഴിഞ്ഞാൽ അത് കടലിന്റെ നുരയോളം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ആകാശത്തോളം ഉണ്ടെങ്കിലും ഭൂമിയോളം ഉണ്ടെങ്കിലും അള്ളാഹു പുറത്തു തരും എന്നൊക്കെ വ്യത്യസ്ത ദിക്റുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ പല ആളുകളും അതിലൂടെയൊക്കെ എന്റെ പാപങ്ങളൊക്കെ പുറത്തിട്ടുണ്ട്, ഇനിയിപ്പോ എനിക്ക് ഒരു പാപമില്ല, അതുകൊണ്ട് ഇനി എനിക്ക് കുറച്ചൊക്കെ തെറ്റ് ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ തെറ്റുകൾ ഇങ്ങനെ ചെയ്യുക, ഈ വിക്ർ ഇങ്ങനെ ചൊല്ലുക. ഈ വിക്ർ ചൊല്ലുന്നതും പലപ്പോഴും യാന്ത്രികമായ, മനസ്സില്ലാത്ത, പേരിനിങ്ങനെ ഒരു നാവ് മാത്രം വിക്ർ ചൊല്ലുന്ന അവസ്ഥ. അപ്പൊ എന്റെ പാപങ്ങളൊക്കെ ഇതിലൂടെ യാന്ത്രികമായ വിക്റുകളിലൂടെ പൊറുക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പുതിയ പുതിയ കുറച്ച് തെറ്റുകൾ എന്നും ചെയ്താലും പ്രശ്നമില്ല എന്ന അവസ്ഥയിലേക്ക് പലപ്പോഴും പിശാച് കൊണ്ടുപോവുകയാണ്. അതിനെക്കുറിച്ചാണ് മഹാനായ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ചില ആളുകൾ യുസബ്ബിഹുല്ലാഹ മിഅത മറ 100 തവണ സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നു. തുമ്മ യഅകുലു അംവാലന്നാസി വയഗ്താബുഹും, പിന്നെ ജനങ്ങളുടെ ധനം തിന്നാണ്, ജനങ്ങളെ കുറിച്ച് ഗീബത്ത് പറയാണ്. ഫഇദാ ത്വാലഅ നഫ്സഹു റഅ അന്ന തസ്ബീഹ ഖദ് മഹാ ദാലിക കുല്ല. എന്നിട്ട് അവര് മനസ്സിലാക്കണം, ഞാൻ ചൊല്ലിയ ഈ തസ്ബീഹ്, സുബ്ഹാനല്ലാഹ് എന്നുള്ള ഈ തസ്ബീഹ് 100 തവണ ചൊല്ലിയല്ലോ, ഞാൻ ഇപ്പൊ പറഞ്ഞ ഗീബത്തും ഞാൻ ആളുകളെ പ്രയാസപ്പെടുത്തിയതും ഇതൊക്കെ ഇതോടുകൂടെ എന്നത്ത് വന്നു പോയതൊക്കെ ഇതോടുകൂടെ മായ്ക്കപ്പെട്ടിട്ടുണ്ട് എന്ന ധാരണയിൽ ജീവിക്കുന്ന ആളുകൾ. പ്രിയപ്പെട്ട സഹോദരിമാരെ, വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇസ്ലാം പഠിപ്പിച്ച ദിക്റുകൾ, പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ഏതെങ്കിലും സൽക്കർമ്മങ്ങൾ, അത് കേവലം അതുമാത്രം ചെയ്തത് കൊണ്ട് ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയോ? എന്നാ പിന്നെ അത് മാത്രം ചെയ്താൽ പോരെ? ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തടസ്സം മരണം മാത്രമാണ്. ഹദീസുകളിൽ കാണാം. അപ്പൊ ഒരാള് എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ചെല്ലുന്നു, എന്നാൽ അവൻ തിന്മ ചെയ്യുകയാണ്. അവന്റെ ജീവിതം നോക്കിയ തിന്മകളിലൂടെയാണ് പോണത്. പല ഹറാമുകളും ചെയ്യുന്നുണ്ട്. നിർബന്ധമായി അവൻ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നുണ്ട്. അവന് ഈ ആയത്തിൽ കുറിച്ച് മാത്രം ചൊല്ലിയാൽ അവന് സ്വർഗം കിട്ടുമോ? അത് നമ്മുടെ ധാരണയാണ്, തെറ്റുദ്ധാരണയാണ്.
ഇസ്ലാം ഓരോ നന്മകൾക്കും അതിന്റെ മഹത്വം പറഞ്ഞിട്ടുള്ളത് ആ മഹത്വം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഏതെങ്കിലും ഒരു ഭാഗം മാത്രം ചെയ്യുക, ബാക്കിയുള്ളതൊക്കെ അവഗണിച്ചു പോകുക എന്നുള്ളതല്ല. നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒഴിവാക്കാൻ പറഞ്ഞ നിരോധിച്ച കാര്യങ്ങൾ നിർബന്ധമായും നമ്മൾ ഒഴിവാക്കണം. അപ്പോഴാണ് ഈ ബാക്കിയുള്ള പുണ്യങ്ങൾക്ക് വിലയുണ്ടാകുകയുള്ളൂ. അത് നമ്മൾ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. പിന്നെ പൊതുവിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പൊതുവിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഖുർആനും ഹദീസുകളും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു വിശ്വാസിക്ക് ഖൗഫും ഉണ്ടാകണം, റജാവും ഉണ്ടാകണം എന്നുള്ളതാണ്. പേടി ഉണ്ടാകണം, പ്രതീക്ഷ ഉണ്ടാകണം. പേടി മാത്രല്ല, പേടി മാത്രമാകുമ്പോൾ ചിലപ്പോൾ അറ്റാക്കൊക്കെ വന്ന് മരിച്ചു പോകും. പ്രതീക്ഷയും ഉണ്ടാകണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ എന്ന്, അല്ലെങ്കിൽ ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെ എന്നൊക്കെ പരിചയപ്പെടുത്തിയത് പ്രതീക്ഷയെയും ഭയത്തെയും. അള്ളാഹിനെ കുറിച്ച് ഭയമുണ്ടാകണം. അള്ളാഹ് എന്റെ കർമ്മങ്ങൾ സ്വീകരിക്കുമോ? പേടിയുണ്ടാകണം. സ്വീകരിച്ചിട്ടുണ്ടാകുമോ? അള്ളാഹ് പുറത്തു തന്നിട്ടുണ്ടാകുമോ? പേടിയുണ്ടാകണം. അപ്പോഴാണ് വീണ്ടും വീണ്ടും പൊറുക്കലാൻ ചോദിക്കുള്ളൂ. കർമ്മങ്ങൾ കൂടുതൽ സൂക്ഷ്മതയുള്ള രീതിയിൽ നിർവഹിക്കുള്ളൂ. കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാലും റബ്ബനാ തഖബ്ബൽ മിന്ന, പടച്ചോനെ ഇത് സ്വീകരിക്കണേ റബ്ബേ, അതിലെ പാളിച്ചകൾ പുറത്തു തന്ന് സ്വീകരിക്കണേ എന്ന് സലഫുകൾ റമളാനിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ റമളാൻ കഴിഞ്ഞാലും 6 മാസക്കാലം സ്വീകരിക്കാൻ പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ റമളാനിൽ ചെയ്ത കാര്യങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? അതാണ് സലഫുകളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. ഒരൊറ്റ പോയിന്റ് നമ്മൾ നോക്കിയാൽ മതി. സലഫുകളുടെ ജീവിതവും നമ്മുടെ ജീവിതവും നമ്മൾ ശരിയായ റൂട്ടിലാണോ ഉള്ളത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ സലഫുകളെ വായിച്ചാൽ മതി. സലഫുകൾ ആരും, മുൻഗാമികളായ ആളുകളാരും, അവര് ഒരു ഭയങ്കര റിലാക്സ് ആയിട്ട്, പേടിയൊന്നുമില്ലാതെ, ബേജാറൊന്നുമില്ലാതെ, പരലോകത്തെ കുറിച്ച്, അവിടുത്തെ ജീവിതത്തെ കുറിച്ച് ടെൻഷൻ ഇല്ലാതെ ഞാനൊക്കെ ഉഷാറാണ്, 100ൽ 100 എന്ന് ചിന്തിച്ച ആളുകളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിച്ച സഹാബിമാര് വരെ പറയുന്ന വാചകങ്ങളും അവരുടെ ബേജാറും പേടിയും ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണം എന്നതിന്റെ തെളിവാണ്. ഉമറു ഫിൽ ജന്ന, ഉമർ സ്വർഗത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? ആ ഉമർ റളിയല്ലാഹു അൻഹു മുനാഫികളുടെ ലിസ്റ്റിൽ എന്റെ പേരുണ്ടോ എന്ന് അന്വേഷിക്കുന്ന രംഗം നമുക്ക് കാണാൻ പറ്റും. ഹൻലല റളിയല്ലാഹു അൻഹു മുനാഫിക്കായി എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ സ്വന്തത്തെ കുറിച്ച് പറയാൻ, ഞാൻ മുനാഫിക്ക. എന്താ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിരിക്കുമ്പോ നമുക്കൊന്നില്ല, ഒരു പേടി, ഭയങ്കര ബേജാറ്, ഈമാന് വർദ്ധിക്കുന്നുണ്ട്. പക്ഷെ വീട്ടിലേക്ക് പോകുമ്പോ, ബാക്കി ജോലികളിൽ ഏർപ്പെടുമ്പോ ആ ഈമാനും പേടിയൊന്നും കിട്ടണില്ല. അതുകൊണ്ട് ഞാൻ മുനാഫിക്കായിട്ടുണ്ട് എന്ന് അബൂബക്കർലാനോട് പറയുമ്പോ അബൂബക്കർലാന് പറഞ്ഞു, എങ്കിലും ഞാനും മുനാഫിക്കായിട്ടുണ്ട് എന്ന് പേടിച്ച് റസൂലുള്ളാഹിന്റെ അരികിൽ വന്ന് പരാതി പറയുന്ന സഹാബത്ത്, അവരൊക്കെ ചിന്തിച്ചത് അങ്ങനെയാണ്. ഏതുവരെ നമ്മുടെ പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? വല്ലാഹി ലാ അദ്രി, അള്ളാനെ തന്നെയാണ് സത്യം, എനിക്കറിയില്ല. വല്ലാഹി ലാ അദ്രി മാ യഫ്അലു ബി വലാ ബിക്കും, നിങ്ങളെ കൊണ്ടും എന്നെ കൊണ്ടും എന്താണ് നാളെ റഹ്മാനായ റബ്ബ് പരലോകത്ത് വെച്ച് ചെയ്യാന്നുള്ളത് എനിക്കറിയില്ല എന്ന് ബേജാറോടെ പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ, ഞാൻ അള്ളാന്റെ നബിയല്ലേ, ഞാൻ റസൂലുള്ളാഹി അല്ലേ, അതുകൊണ്ട് എനിക്കൊന്നും ഒരു പ്രശ്നമില്ല, കൂളായിട്ട് പോയാ മതി എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ദീർഘനേരം നമസ്കരിച്ചിരുന്ന പ്രവാചകൻ, ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ച പ്രവാചകൻ അല്ലേ? ബദർ യുദ്ധത്തിന്റെ തലേ ദിവസമൊക്കെ നമ്മൾ കാണുന്നില്ലേ ചരിത്രം? നമ്മൾ വായിച്ചിട്ടില്ലേ ചരിത്രം? പ്രിയപ്പെട്ടവരെ, അവർക്കൊക്കെ ഖൗഫ് ഉണ്ടായിരുന്നു, പേടി ഉണ്ടായിരുന്നു. നമുക്കൊക്കെ ഒരു കൂളായ മനസ്സാണ്, കുഴപ്പമില്ല, ഞാനൊക്കെ എങ്ങനെയെങ്കിലൊക്കെ സ്വർഗത്തേക്ക് എത്തും എന്ന ഒരു മനസ്സ്, നമ്മുടെ മനസ്സ് അങ്ങനെ തോന്നിപ്പിക്കുന്നുവെങ്കിൽ അത് പൈശാചികമാണ്. നമ്മളെ കർമ്മങ്ങളിൽ നിന്ന് മടിയന്മാരാക്കാൻ, മടിയത്തികളാക്കാനുള്ള പരിശ്രമങ്ങളാണ് പിശാചിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് തിന്മകളുണ്ട്.
ഒരുപാട് തിന്മ. ശരിക്കും ആലോചിച്ചോളി, ഒരുപാട് തെറ്റുകളുണ്ട്. ഇത് തെറ്റുകളാണെന്ന് വരെ നമുക്ക് പറയാൻ, അത് തെറ്റുകളായി പോലും കാണാൻ നമ്മൾ തയ്യാറാകുന്നില്ല. അതൊക്കെ പുതിയ കാലത്തല്ലേ, അതിനൊക്കെ ഒരു തെറ്റായി കൂട്ടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് നിസാരമാക്കുന്ന പ്രവണതകൾ എന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരോട് നമുക്ക് കമന്റ് പറയാം, അള്ളാഹിന്റെ മുമ്പിൽ എത്തുമ്പോ നമുക്ക് എന്താ പറയാൻ പറ്റുക? അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അവസാന കാലക്കാരിൽ കുറച്ചാളുകളാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. അള്ളാഹു അവരിൽ ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ട സഹോദരിമാരെ, അതുകൊണ്ട് പരിശ്രമം ഉണ്ടാകണം. ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മളിങ്ങനെ നമ്മളെ ശുദ്ധീകരിക്കുന്ന അവസ്ഥ വരണം. നമ്മൾ ബാക്കിയുള്ളവരെ നോക്കണം. നിങ്ങൾ വിടിയും ബാക്കിയുള്ളവരെ കൂടുതൽ, ബാക്കിയുള്ള ആളുകൾ അങ്ങനെ നോക്കി നോക്കി ഓല കുറ്റവും കുറവും നോക്കി അത് സംസാരിച്ച് അത് വാർത്തയാക്കി അത് പരസ്പരം ഫോണിൽ വിളിച്ച് പറഞ്ഞ് അത് ചർച്ചയാക്കി പോകുന്നത് വിടി. മറിച്ച് സലഫുകൾ ചെയ്തതുപോലെ സ്വന്തം ന്യൂനതയെക്കുറിച്ച് ആലോചിച്ച് സ്വന്തം അപ്ഡേറ്റ് ചെയ്യാൻ, സ്വന്തം ഈമാൻ ഉഷാറാക്കാൻ, ഒന്നുകൂടി എനിക്ക് ഉഷാറാകണം, അതിന് ഓരോ സമയം വായിച്ചും പഠിച്ചും ചിന്തിച്ചും ജീവിതത്തെ നവീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥ. സ്വന്തം കാര്യത്തിൽ എൻഗേജ് ആയിട്ട് മറ്റുള്ളവരുടെ കാര്യം വിട്ടുപോയ അവസ്ഥയെ കുറിച്ചൊക്കെ മഹാന്മാരായ സലഫുകളെ കുറിച്ച് പറയുന്നുണ്ട്. ആ അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. ഇത് ചില്ലറ സംഗതിയല്ല. ഇനി ഇങ്ങനെ പോയ പോരെ, ഇനി ഇങ്ങനെ ഒരു കാലം കഴിയട്ടെ എന്നുള്ളത് നമുക്കിപ്പോ തോന്നിപ്പിക്കുന്നത് പിശാചാണ്. പരലോകത്തിന്റെ ഭയാനകത നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, മരണത്തോടുകൂടെ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഖബറിലെ വേദനാജനകമായ ശിക്ഷാമുറകൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ചേ ചിരിക്കുള്ളൂ, നിങ്ങൾ കുറേ കരയുമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണർച്ചയിലേക്ക് വരണം. പിശാചിന്റെ പ്രലോഭനങ്ങൾ നമ്മൾ ചിരിച്ചത് ഒരു പാർട്ടാ ഞാൻ പറഞ്ഞു. ഇതുപോലെ കുറേ സംഗതികളുണ്ട് നമ്മൾ മനസ്സിലാക്കാൻ. ഇത് കേവലം ക്ലാസ് കേട്ടു കഴിഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കോ അല്ലെങ്കിൽ കേട്ട നിങ്ങൾക്ക് ഒരു ജസ്റ്റ് കേൾവി കൊണ്ടോ ജസ്റ്റ് ഒരു പറച്ചിൽ കൊണ്ടോ നമ്മളെ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കൂല. നമ്മൾ ജാഗ്രത പാലിക്കണം. അതിനെ തഖ്വ എന്ന് പറയുന്നത്. നമ്മൾ സൂക്ഷ്മത പാലിക്കണം. നമ്മൾ എഡിറ്റ് ചെയ്യണം. നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ജീവിതത്തെ കാണണം. ഒരൊറ്റ ചാൻസ് ഉള്ളൂ. ഈ ചാൻസ് കഴിഞ്ഞാൽ പിന്നെ ചാൻസ് ഇല്ല എന്ന് നമ്മുടെ മനസ്സിനെ ഓർമ്മപ്പെടുത്തണം. അശ്രദ്ധയോടുകൂടെ രാവും പകലും കഴിഞ്ഞുപോയി എങ്ങനെയെങ്കിലും ആയുസ്സുണ്ട് കഴിഞ്ഞു കൂട്ടുക എന്നതിന് പകരം ഇനി നമുക്ക് ചിലപ്പോ ഒരാഴ്ച കരം പഠിച്ചോ നിശ്ചയിച്ചിട്ടുണ്ടാകാം. ചിലപ്പോ കേവലം ഒരു വർഷമായിരിക്കും ഉണ്ടാകുക. ചിലപ്പോ ഒരു ദിവസമായിരിക്കും ഉണ്ടാകുക. ചിലപ്പോ ഇന്നായിരിക്കും ചിലപ്പോ നമ്മുടെ മരണത്തിന്റെ ദിവസം അല്ലാഹു നിശ്ചയിച്ച്, നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഈ ശേഷിക്കുന്ന കാലാവസ്ഥ ഒരു കാലഘട്ടം, അതിൽ വരെ പിശാച് നമ്മളെ തോന്നിപ്പിക്കണം എന്താ, നമ്മളൊക്കെ ഇനി കുറേ കാലം ജീവിക്കാണ്ട്, നമ്മളൊക്കെ ഇനി ഒരു 90 വയസ്സ് വരെ ജീവിക്കാണ്ട്, ഒരു 83 വയസ്സ് വരെ ജീവിക്കാണ്ട്. അതൊക്കെ നമ്മളെ മനസ്സിൽ, ഇതൊക്കെ പിശാചിട്ട് തരുന്ന വ്യാമോഹം. അതാ പറഞ്ഞത്, ഇതൊരു പാർട്ടായിട്ട് പറഞ്ഞു തീർക്കേണ്ട സംഗതിയല്ല. ഇതൊക്കെ പിശാച് നമ്മുടെ മനസ്സിലിട്ടുന്ന വ്യാമോഹാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ജാഗ്രത പാലിക്കുക. അള്ളാഹുവിലേക്ക് എപ്പോഴും നമ്മൾ മടങ്ങുന്നവരാകുക. ദീനിയായ കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. അവിടെ നമ്മൾ ഒരു മടി കാണിക്കാതിരിക്കുക. നീട്ടിവെക്കുന്ന പ്രകൃതം നമ്മൾ മാറ്റിവെക്കുക. അള്ളാഹുവിന്റെ ഖുർആനുമായി ബന്ധം പുലർത്തുന്നവരാകുക. പിശാചിനെ കുറിച്ച് കൂടുതൽ നമ്മൾ മനസ്സിലാക്കുക. അവരെ എങ്ങനെയൊക്കെ നമ്മളെ തെറ്റിക്കും, എവിടൊക്കെയാണ് ഞാനിപ്പോ എൻ്റെ റൂട്ട് തെറ്റിയ അവസ്ഥകൾ എന്താണ്, എന്നിലുള്ള പാളിച്ചകൾ എന്താണ്, എന്തിലാണ് ഞാൻ തിരുത്തൽ വരുത്തുക, ഒക്കെ നമ്മൾ ആലോചിക്കണം. അതിനുള്ള ഒരു വെളിച്ചം മാത്രമാണ് അൽഹംദുലില്ലാഹ് അന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാനുള്ള
തഖ്വയോടെ ജീവിക്കാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 2 അപ്ഡേഷൻ ഉണ്ട്. നാളെ നമുക്കൊരു വെബിനാർ ഉണ്ട്. പുതിയ കാലത്ത് ശരിയായ മദ്രസ പഠനം എങ്ങനെയാകണം എന്നൊരു വെബിനാർ നാളെ ഞായറാഴ്ചയാണ് രാത്രി 8:30 ആ വെബിനാർ നടക്കുന്നത്. പുതിയ കാലത്ത് മദ്രസകൾ ഒരുപാടുണ്ട്, അതുപോലെ തന്നെ ദീനിയായ പഠനങ്ങൾ നടക്കുന്നുണ്ട്. എന്താ ശരിക്ക് യഥാർത്ഥത്തിൽ പുതിയ കാലത്തെ മദ്രസ പഠനം എങ്ങനെ നിർവഹിക്കണം, പുതിയ കാലത്തെ മക്കളാരാണ്, അവർക്ക് എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളത് അൽഹംദുലില്ലാഹ് നമ്മൾ വിശദീകരിക്കും. അതുപോലെ തന്നെ ആ പുതിയ കാലത്തെ സിസ്റ്റം അനുസരിച്ച് നമ്മൾ ഹിമായുടെ ഓൺലൈൻ മദ്രസയിൽ കൊണ്ടുവന്ന സംഗതികൾ എന്തൊക്കെയാണ് അതടക്കം നമ്മൾ വിശദീകരിക്കും. നമ്മുടെ മദ്രസയിലേക്ക് വരാനുള്ള ഒരു അവസരം കൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ അതിലൂടെ നൽകും. ഒരു സ്പെഷ്യൽ ഓഫർ അടക്കം നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തത്, നമ്മുടെ മദ്രസ മറ്റന്നാളാണ് ആരംഭിക്കുന്നത്. പുതിയ അക്കാദമിക് ഇയർ ആരംഭിക്കുന്നത് തിങ്കളാഴ്ചയാണ്. 8-ാം തീയതി ജൂൺ 8 തിങ്കളാഴ്ചയാണ്. അപ്പൊ നമുക്കോ നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും ഇത് ജോയിൻ ചെയ്യാൻ താല്പര്യം, ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ മദ്രസ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റാറ്റസ് വെക്കുമ്പോൾ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ അത് പല ആളുകൾക്കും ഗുണം ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മുടെ മദ്രസയിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പല കുട്ടികളുടെയും രക്ഷിതാക്കൾ അവർ ഒരുപാട് മാറ്റത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും ഒക്കെ പങ്കുവെക്കുമ്പോൾ അവർ പറഞ്ഞ സംഗതി, തുടക്കത്തിൽ അവർ പറഞ്ഞ സംഗതി വെച്ചാൽ, എൻ്റെ ഒരു ഫാമിലി ഗ്രൂപ്പിലാണ് ഞാൻ ഇതിന്റെ പോസ്റ്റർ കണ്ടത്, ഞാനിങ്ങനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. മദ്രസ കുട്ടിക്കാണെങ്കിൽ ഫിസിക്കലായിട്ട് മദ്രസ പോകാനുള്ള സാഹചര്യമില്ല, അന്വേഷിച്ചിരിക്കുമ്പോഴാണ് ഫാമിലി ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു പോസ്റ്റർ കണ്ടത്. അതേപോലെ തന്നെ ഇപ്പൊ എന്റെ അയൽവാസിയായ ഒരു സഹോദരി വരെ ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇങ്ങനെ സംഗതി നടത്തുന്നത് പിന്നെയാണ് മനസ്സിലാക്കിയിട്ട് നമ്മളോട് ചോദിച്ചത്. അപ്പോഴാണ് അവര് ഇങ്ങനെ ഒരു കാരണം ഇങ്ങനെയുള്ള കുറെ ആളുകളുണ്ട്, കുറെ അന്വേഷിക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതിന്റെ പോസ്റ്റർ ഇൻഷാ അല്ലാഹ് നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. പറ്റുമെങ്കിൽ ഇൻഷാ അല്ലാഹ് നിർബന്ധിക്കുന്നില്ല, നിങ്ങൾക്ക് ഒന്ന് സ്റ്റാറ്റസ് വെക്കുകയാണെന്ന് നമുക്ക് കുടുംബ ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് ഉപകാരപ്പെടുന്ന ആളുകൾക്ക്, ജോയിൻ ചെയ്യാൻ അന്വേഷിച്ചടക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഉപയോഗപ്പെടുത്താൻ പറ്റും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും ഒക്കെ ദീൻ അറിയാനും മനസ്സിലാക്കാനും പഠിക്കാനും പിശാചിന്റെ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും കുതന്ത്രങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് ഈമാനോടുകൂടെ ജീവിക്കാനും ഭരിക്കാനും സ്വർഗം നേടാനും കുടുംബസമേതം സ്വർഗത്തിൽ പോകാനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കുടുംബ മിത്രാദികൾ, അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറുകൾ അള്ളാഹു സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി മാറ്റി തീർക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട്, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവരുടെ പ്രയാസങ്ങളെല്ലാം ദൂരീകരിച്ച് തരുമാറാകട്ടെ. ബറകല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. സുബ്ഹാനകല്ലാഹു ബിഹംദിക്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.